Hi friends, welcome to Mobile and Tricks. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് Xiaomi ഏറ്റവും ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഇറക്കിയിരിക്കുന്ന Redmi 6A എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. ഈ ഒരു വീഡിയോ ഞാൻ പ്രത്യേകിച്ച് സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ അമ്മമാർക്കെല്ലാം വേണ്ടിയിട്ടാണ്. അവർക്ക് ഒരു ബേസിക് സെറ്റിൽ നിന്ന് നല്ലൊരു സ്മാർട്ട് ഫോണിലേക്ക് മാറണമെന്ന് താല്പര്യമുള്ളവർക്കെല്ലാം ഈ ഒരു Xiaomiയുടെ അല്ലെങ്കിൽ ഈ ഒരു Redmiയുടെ 6A എന്ന് പറയുന്ന മോഡൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഫുൾ റിവ്യൂ കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. വളരെ ഷോർട്ട് ആയിട്ട് ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഞാൻ എടുത്ത് പറയുന്നതായിരിക്കും. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷ് എബ്രഹാം. Redmi 6A. ഞാൻ ഈ ഒരു ഫോൺ മേടിച്ചത് ആമസോണിൽ നിന്ന് 6000 രൂപയ്ക്കാണ്. നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങിക്കണമെന്ന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് മേടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഷവോമിയുടെ ഔട്ട്ലെറ്റിൽ നിന്ന് മേടിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ പല സ്മാർട്ട് ഫോൺ ഷോപ്പുകളിലും നമുക്ക് ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ മേടിക്കാവുന്നതാണ്. 6000 രൂപ പ്രൈസ് റേഞ്ചിൽ പല സ്മാർട്ട് ഫോൺ കമ്പനികളും ഫോണുകൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ ഷവോമിയുടെ Redmi 6A വെല്ലാൻ ഇതുവരേക്കും ഒരു ഫോണും വന്നിട്ടില്ല. കാരണം വളരെ നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് Redmi 6A എന്ന് പറയുന്ന ഫോൺ ഷവോമി ഇറക്കിയിട്ടുള്ളത്. ഇതിന്റെ റിവ്യൂ കണ്ട് ഈ ഫോൺ എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഞാൻ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫോൺ സജസ്റ്റ് ചെയ്യുന്നതും. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. Redmi 6A ഈ ഒരു ഫോൺ നമുക്ക് രണ്ട് വേരിയന്റുകളിൽ അവൈലബിൾ ആണ്. ഒന്ന് 16 GB ഇന്റേണൽ സ്റ്റോറേജ്, ആ വേരിയന്റ് ആണ് ഇത്. ഇതിന്റെ വില വരുന്നത് 6000 രൂപ. രണ്ടാമത്തെ വേരിയന്റ് എന്ന് പറയുന്നത് 32 GB ഇന്റേണൽ സ്റ്റോറേജ്, അതിന്റെ വില വരുന്നത് 6499 രൂപ. ഏകദേശം 6500 രൂപയുടെ അടുത്ത് ആ ഫോണിനും വില വരുന്നുണ്ട്. ഈ രണ്ട് ഫോണിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ഫോൺ 16 GB ആണ്, മറ്റേ ഫോൺ 32 GB ആണ്. വേറെ ഒറ്റ വ്യത്യാസവും ഈ രണ്ട് ഫോണും തമ്മിലില്ല. ബോക്സിന്റെ പുറകുവശത്തായിട്ട് ഫോണിന്റെ ചില സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഫോൺ. ഈ ഫോണിന്റെ കോർണർ ടു കോർണർ സൈസ് വരുന്നത് 13.8 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഫുൾ HD ഡിസ്പ്ലേ അല്ല, HD ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. 18:9 ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ ചിപ്സെറ്റ് ആണ് മീഡിയടെക്കിന്റെ ഹീലിയോ A22 എന്ന ചിപ്സെറ്റ് ആണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്വാഡ് കോർ പ്രോസസർ ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. 4 കോറുള്ള പ്രോസസറാണ്. അതുപോലെ തന്നെ 12 നാനോമീറ്റർ ടെക്നോളജി ആണ് ഈ ഫോണിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല 6000 രൂപ പ്രൈസ് റേഞ്ചിൽ 3000 mAh ബാറ്ററി നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. അത് ഈ ഫോണിന്റെ എടുത്തു പറയേണ്ട ഒരു സ്പെസിഫിക്കേഷൻ തന്നെയാണ്. നമുക്ക് ഈ ബോക്സിൽ നിന്ന് ഈ ഫോൺ എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് ചെക്ക് ചെയ്യാം. ഈ ബോക്സിൽ നമുക്ക് യൂസർ മാനുവൽ ലഭിക്കുന്നുണ്ട്, അത് നമുക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം ഒരു ചാർജർ അഡാപ്റ്റർ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു USB കേബിളും നമുക്ക് ലഭിക്കുന്നുണ്ട്. USB കേബിളിന്റെ താഴെയായിട്ട് ഒരു സിം ഇഞ്ചക്ടറും ഇവിടെ കാണാവുന്നതാണ്. ബോക്സിൽ ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഫോണിലേക്ക് പോവാം. നമുക്ക് ഈ ഫോൺ 4 കളറുകളിൽ അവൈലബിൾ ആണ്: ബ്ലാക്ക്, ബ്ലൂ, ഗോൾഡ്, റോസ് ഗോൾഡ്. ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു കംഫർട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ കൊടുത്തിരിക്കുന്നത് 5 MB ആണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത ഫോട്ടോകളാണ്. അതുപോലെ തന്നെ ഫോണിന്റെ ബാക്ക് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 മെഗാപിക്സൽ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിന്റെ ബാക്ക് ക്യാമറയിൽ എടുത്ത ഫോട്ടോകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ നല്ലൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. MAയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് സ്പീക്കറും കാണാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫോണിന്റെ ബാക്ക് ക്യാമറയിൽ എടുത്ത ഫുൾ HD വീഡിയോ ദൃശ്യമാണ്. എങ്ങനെയുണ്ട് ക്ലാരിറ്റി? അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് ഈ ഫോണിന്റെ ബാക്ക് ക്യാമറയിലെ വീഡിയോ ദൃശ്യങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോളിയം അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും അതുപോലെ തന്നെ പവർ ബട്ടണും ഒരു സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ സിം സ്ലോട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 സിമ്മും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡും നമുക്ക് ഈ ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. 2 നാനോ സിമ്മിന്റെ പോർട്ടുകളാണ് ഈ ഫോണിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു ഈ ഫോണിന്റെ ഇന്റേണൽ സ്റ്റോറേജ് വരുന്നത് 16 GB ആണ്. ഈ 16 GB എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് 256 GB വരെ മെമ്മറി കാർഡ് എല്ലാം ഇട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഈ ഫോണിന്റെ ടോട്ടൽ ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഫോൺ ഫുൾ ആയിട്ട് പ്ലാസ്റ്റിക് ബോഡി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ വളരെയധികം വെയിറ്റ് കുറവാണ്, തിക്നെസ്സും വളരെയധികം കുറവ് തന്നെയാണ്.
പിന്നെ ഈ ഫോണിന്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.5 mm ഓഡിയോ ജാക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ IR ബ്ലാസ്റ്റർ ഉണ്ട്. ഈ IR ബ്ലാസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെ റിമോട്ട്ലി കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു USB-C ടൈപ്പ് ചാർജർ പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് മൈക്കും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെ നല്ലൊരു ലുക്ക് തന്നെ നമുക്ക് ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. ഈ ഫോണിൽ മറ്റെല്ലാ ഷവോമി ഫോണുകളെ പോലെ തന്നെ കസ്റ്റം UI ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കാനും സാധിക്കും. അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള സകല ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. സെറ്റിംഗ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഡുവൽ ആപ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലോക്ക് സ്ക്രീന്, സെക്കൻഡ് സ്പേസ്, സാധാരണ ഷവോമി ഫോണുകളിലുള്ള അത്യാവശ്യം എല്ലാ സെറ്റിംഗ്സും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഫോണിൽ ഇല്ലാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് അവൈലബിൾ അല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും ഫിംഗർ പ്രിന്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടത്തില്ല. എങ്കിൽ തന്നെയും വളരെ നല്ല ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഒരു ബേസിക് സെറ്റിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു സ്മാർട്ട് ഫോൺ മേടിക്കണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും മേടിക്കാവുന്നതാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണിത്. ഇതാണ് Redmi 5A എന്ന് പറയുന്ന മോഡൽ. ഈ ഒരു ഫോണാണ് ഞാൻ ആദ്യം മേടിച്ചത്. എനിക്ക് ഈ ഒരു ഫോണിന്റെ ഇന്റർഫേസ് എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് Redmi 6A എന്ന് പറയുന്ന ഈ ഒരു ഫോൺ മേടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും തന്നെയും വീഡിയോക്ക് താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം തീർക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് തൊട്ട് താഴെയായിട്ട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് അവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.